ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞു കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. വാ മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല, നിന്നെ കാണാൻ കൂടിയാ വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നു തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ലടാ ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരുന്നു പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവുക. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. ഭസ്മമായി പോകൂടാ, നീ നശിച്ചു പോകൂടാ. വേണ്ടത് പറ കോച്ച. വേണ്ട കോച്ച. ഒന്ന് വേഗം വേണുവിനെ രക്ഷിക്കാൻ നോക്ക്. വാടാ, നോക്ക്, വാ.
എന്താ ഇത്? കാശ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ഇവിടെ? എന്താ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി? ലിഫ്റ്റിൽ കുടുങ്ങിയടാ. നിന്റെ അച്ഛനങ്ങ് പോയിട്ടില്ല, എൻ്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ, ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. അമ്മേ 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 ദേ വീണു. മോനെ നീ വന്നല്ലോ. വീണു മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. മഹാബാബി നല്ലവനായിട്ട് വന്ന് നമ്മളെല്ലാം പറ്റിച്ചു പോയടാ. അച്ഛൻ കടക്കാരനെ ഓടിപ്പോയതല്ലമ്മേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പോയതാ. വേണു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? ലിഫ്റ്റിൽ അടച്ചിട്ട് ആണാണെങ്കിലും കൊച്ചിക്ക് വരാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ അവനെ എതിരാളിയല്ലടാ, യമൻ. അമ്മയുടെ മോൻ വേലയ്ക്ക് പോയല്ലേ കണ്ടിട്ടുള്ളൂ, വേട്ടയ്ക്ക് പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണു, അറിയാത്ത നാട്ടിലേക്ക് തനിയാണോ പോണേ? നോക്കമ്മ, ഇവനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇവൻ എന്തെങ്കിലും വിഷമം വന്നാൽ സഹായിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വേണു, നീ ധൈര്യമായി പോടാ. കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഗോച്ചായെ പോയി കണ്ടിട്ട് പോടാ. അളിയാ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങളെല്ലാം നന്നായി നടക്കുന്നു. അവന്റെ കാര്യം എന്തായി? ആദ്യം അത് പറയാ. ലെഫ്റ്റിലെ പൊട്ടി അവനെ കുഴിച്ചു മൂടി. ശിവദാസന്റെ മോനെ കൊന്നോ? താങ്ക്സ് അളിയാ, താങ്ക്സ്. അവൻ മോശമാണെങ്കിൽ ഗോച്ച അതിലും മോശമാ. ഹേയ് ദേവി, നിന്റെ കുരുവിയെ കൊന്നു കളഞ്ഞെന്ന്. അവനിനിയും ചത്തില്ല, നമ്മുടെ ഏരിയയിൽ തന്നെ വന്നുപെട്ടു. എന്താടാ ഗോച്ച, ഭൂമിക്കടിയിൽ പോയവൻ കൊടുങ്കാറ്റ് പോലെ വന്നോ നോക്കുവാണോ? പുലി എപ്പോഴും കൊടുങ്കാറ്റ് പോലെ. നീ എന്തോ ആണാണെങ്കിലും വരാൻ പറഞ്ഞല്ലോ. ദാ ഇപ്പൊ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താടാ ആണെന്ന വാക്കിന്റെ അർത്ഥം അറിയോടാ നിനക്ക്? ഇങ്ങനെ 5 അടി ഗ്യാപ്പിൽ 6 അടി ഉയരത്തില് കൂട്ടാളികളുമായി വരുന്നു. അല്ല, എവിടെയും എപ്പോഴും എങ്ങനെയും കണ്ണില് തീയോടെ കയ്യില് കരുത്തോടെ നെഞ്ചിലുറപ്പോടെ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കുന്നവനുണ്ടല്ലോ, അവനാടാണ്. അതിനൊക്കെ ചെറുപ്രായത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. നിന്നെ പോലെ കഴുതപ്പാൽ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏയ്, എന്താടാ കഴുതയെ പോലെ അമർന്ന്? എല്ലാം ശരിയായിട്ട് ചെയ്തിട്ട് അവസാനം ഒരു തെറ്റ് ചെയ്ത് കണ്ടോ? മോനോട് അച്ഛനെ പറ്റി പറഞ്ഞില്ലേ? സൂപ്പർ മാറ്റർ. ഏയ്, ഞങ്ങൾ അച്ഛന്മാര് പറയുന്ന കേൾക്കില്ല. അത് പ്രായത്തിന്റെ.
എന്നാൽ ആ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആര് പറയുന്നത് കേൾക്കില്ല, അടിച്ച് പെരുത്ത് കളയും. അവനോട് ആണ്. അതൊക്കെ നിന്നെ പോലെ ഒരുത്തനങ്ങനെ മനസ്സിലാവാൻ. ഏയ്, മലേഷ്യ കോച്ചയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇത് കൊച്ചിയാ. ഇവിടെ ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഡേയ്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആരെന്നും മനസ്സിലായില്ലേ? കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിൽ സ്രാവ്, കാറ്റാണ് ചുഴലിക്കാറ്റ്. ചുമ്മാ ചുറ്റി ചുറ്റി അടിക്കും. എവിടാ എന്റെ അച്ഛൻ? നിന്റെ അച്ഛനല്ലേ? അത് അവിടെ ചോദിക്കേ. നല്ലോണം നോക്കടാ. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയല്ല, നിറയെ എരിവ് കഴിക്കുന്നവരാ. ചിന്തിക്കത്തേയില്ല. എന്റെ എതിര് നിന്ന് സംസാരിച്ച ശത്രുവാണെന്ന് കരുതി കൊന്നുകളയും. അതിനുശേഷമേ ആരാണെന്ന് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായോടാ? ഇത് കൊച്ചിയാ. എന്തോ ആകാശമെന്നോ ഇടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇടിക്കടാ, ഇടിക്കാൻ. ഏയ്, ഇടിക്ക് മുമ്പേ ഒന്നും വരില്ലേ? മിന്നൽ 10 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ പവർ 10 ലക്ഷം വാട്ട്സിന് മുകളിലാ. കാണണോ? സർ, യെസ് സാർ. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർ ഗോച്ച. അതെ, കോച്ച. അവനെയല്ലേ ആ ശിവദാസന്റെ മകൻ തല്ലിച്ചതച്ചത്? എന്റെ നാട്ടിൽ വന്ന് എന്റെ പാർട്ട്ണർ ഒരുത്തനെ അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവനെ? ആട്ടെ, നീ ഡോക്ടറാ? പോലീസ് സർ. പോലീസ്? അപ്പൊ ഹോസ്പിറ്റലിൽ നിനക്ക് എന്താണ് പണി? പോയി കണ്ടുപിടിക്കണം അവനെ. പോടാ. ആദ്യം കോച്ചൊക്കെ എങ്ങനെയുണ്ട് നോക്കാം, വാ. എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് ഒന്ന് സംസാരിച്ചോണ്ട് ചുമ്മാ നിൽക്കും. ഇരിക്കടാ. ഏയ് ഡോക്ടർ, കോച്ച എവിടെ? ഏയ്, അകത്തെ മുറിയിലുണ്ട്. ഏയ്, എന്താടാ ഇത്? യോഗാസനം ചെയ്യുക, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്. അടിച്ച അടി അങ്ങനെ. ഓ, മലേഷ്യക്കാരല്ലേ ഇവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. ഏയ്, ശ്ശ്. കോച്ച, സാർ 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 പ്ലീസ് ഡോണ്ട് ടച്ച് ഹിം. ഏയ്, എന്റെ പാർട്ട്ണർ ഒരുത്തനെ അടിച്ചു, അറിയാമോ? സാർ, ഒരാൾ അടിച്ചെന്ന് കള്ളം പറയാതെ. മിനിമം 100 പേര് അടിച്ചാലേ ഇങ്ങനൊരു അവസ്ഥ ഏയ്, വരൂ. മതി, നിർത്ത്. സാർ, നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. നിങ്ങൾ എന്തോ കണ്ടോ എന്തോ പറയുന്നു. ഏയ്, ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല. ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി 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 പറ ചേച്ചി, അവൻ വന്നില്ലേ? ആര്? ആരുന്നാ? ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല ഇല്ല ഇല്ല, കള്ളം. അവൻ വന്നു, ഇടിച്ചു. വന്നു ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. എന്ത്? ട്രെയിന് വന്നിട്ട് ഇടിച്ചിട്ടു. ട്രെയിൻ ഇടിച്ചെന്നോ? ആ, ചേട്ടാ, അളിയ എന്നോട് ഫോണിൽ സംസാരിച്ചു ചേട്ടാ, സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്രോസ് മുറിച്ച് പോയപ്പോ പുറകിന്ന് ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയാട്ടാ, കള്ളം പറയുവാ. ഏയ്, അതൊന്നല്ല. നിന്നോട് ആരാ ഫോൺ അയ്യോ, ചെയ്യാൻ ഞാൻ പറഞ്ഞത്? പറയുന്നത് എന്താ ആരും ചുമ്മാ വിശ്വസിക്കാതെ. അവന് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ. ഞാൻ അറിയാതെ ഒരുത്തിനോട് ചേട്ടാ, എന്നെ വിശ്വസിക്ക്. ഏയ്, ചുമ്മാതിരിക്കെ. ശിവദാസന്റെ മോൻ മരിച്ചു. അവന് ഗോച്ചയെ കൊന്നു. ഏയ്, ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. എല്ലാം ലാപ്ടോപ്പിലുണ്ട് സാർ. ആ, ലാപ്ടോപ്പ്. എന്നാ പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ PA സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ, വാ. എന്റെ പാർട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ, ബോധം എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം. പക്ഷെ പോകാൻ പാടില്ല. എന്റെ കോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. ഏയ്, വേഗം ഇങ്ങോട്ട് വാ. ആ പുറപ്പെടാം. ദേ, എന്താടാ ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടാ, നമ്മുടെ മുരുകേശൻ. ഏ? മുരുകേശൻ.
വിടാൻ പാടില്ല. ഡേയ് എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? മുരുകേശ, മുരുകേശ, ചേട്ടാ. ഏയ് വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? ആ പോവാം പോവാം. അണ്ണൻ മുകളിലുണ്ട്. ശരി. വാടി. ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവിയെ ഇടിച്ചിട്ടെ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി, നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നുമല്ല. കേരടാ കേറി അകത്തോട്ട് പോകും. അവൻ വരും, തീർച്ചയായും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ധൈര്യമായിട്ടിരിക്കെ. ഏയ് ശിവദാസന്റെ മോനെ കണ്ടുപിടിച്ച് കൊന്നു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവസാനം വരെ കോറിയും കോട്ടവാസവും തന്നെ. വേണു നിന്നെ കൊന്നു എന്നല്ലടാ പറഞ്ഞത്? ആ ഗോച്ചേനെ കൊല്ലണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി. ഗോച്ചയെ നീയാണോ അടിച്ചത്? ഗോച്ചയെ നീയാണ് അടിച്ചതെന്ന് കോട്ടവാസം അറിഞ്ഞ കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ, കണ്ടില്ലേ? ആശുപത്രി തന്നെ. നീ ഇവിടെ വരാൻ പാടില്ല, വന്നാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം. അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ. ആ ഇറങ്ങ് ഇറങ്ങ്, എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണു വാ. ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജൻ. ഉറക്കം വന്നോടാ? കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളെ ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ? ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. ഡേ കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം. നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നേട്ടാ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസവും ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ഏട്ടാ. ഏട്ടാ, എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ, ഏട്ടാ, സുഖമായി ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ. എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആശുപത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയിണ്ട, ഇവിടുന്ന് പോയിണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ? വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുമോ? അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്ററെ ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണമെന്ന് വിചാരിച്ചാലും ചേട്ടാ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം. അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകും. ജോൽസിൻ പറഞ്ഞു മനസ്സിലായില്ലേ? ജോൽസിനല്ല, ഞാനാ പറയുന്നത്. ഇന്ന് നടക്കും. നിങ്ങൾ
നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോത്സരെ, ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാലദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ, ഇതൊരു തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിരിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? ഉപ്പ് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചി. രാജണ്ണ നിന്നെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ. സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരുത്തുള്ളൂ. നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വാടാ ഇവിടെ. ചേട്ടാ വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്കേട്ടാ. വിട്ടേക്കാം. പകരം നീ വരുവോ? അവർക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ലെന്താ? പെണ്ണല്ലേടാ. വരാനാ പറഞ്ഞേ. വാടി. വാടി. കാലല്ലേ, ഞാൻ തടവും. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവളുടെ ചേട്ടൻ. നീ തടവോടാ? ഏട്ടാ വേണ്ട ഏട്ടാ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ഡേയ്, ഇവിടെ വാടാ. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ ചേട്ടാ. അവന് കൈവേദന കാണും. ഞാൻ തടയി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. കൈ നന്നായിട്ട് തടവി. ഇനി കാല് തടവടാ ശരിക്ക്. അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ, നിനക്ക് വേദനയില്ലേ? വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട് ഏയ് ആസ്പത്രി പോയി ബലം ശരിക്ക് കൂടിയോടാ. ഇനി ആസ്പത്രി അല്ല, നേരെ മോർച്ചറിക്ക. ചേട്ടാ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശ, നീ പോ. ഹലോ, നീ മുരുകേശനല്ല, ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്. അവനല്ലേ നിന്നെ ചുരുട്ട് വെച്ച് പൊള്ളിച്ചത്. പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ പുറമയാവാൻ പോവാ. അതിന് വേറെ ആളെ നോക്ക്.
ആട് സംസാരിക്കുന്ന ആടെങ്ങനെയാട്ടാ സംസാരിക്കുന്നേ? നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോടൊന്ന് അന്വേഷിക്കണ്ടേ? ആഹാ വാ 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 വാ. ഇവിടെ വാടാ. ചേട്ടാ. എന്താ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോടാ അത്? പറഞ്ഞു കേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്. അറിയാതെ വന്നതാ ഈ വഴി ശരി ശരി, ഓടിച്ചു ഇപ്പൊ പോടാ, പറഞ്ഞിട്ടേക്കാം വേഗം ചേട്ടാ, ചെല്ല്. ഇപ്പൊ പറഞ്ഞിട്ടേക്കാം. ഓ വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്. വന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എവിടെ? ദേവി എന്താ ഞാൻ എന്താ? പറഞ്ഞൊന്ന് കേക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ് അണ്ണന് ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാൻ ചേച്ചി. സൂക്ഷിക്കണേ. ബൈ. ഡേ വേണു ഇവിടെ വാ. ഏയ് വാ, വാ പോകാം. എന്താ നോക്കുന്ന? പോകാന്ന്. എവിടെ? എവിടെയെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പൊ നീ എന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ടറി. ഏയ് ഇന്നെന്റെ കല്യാണോ? അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ പിന്നെന്ത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ? മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിന്ന് പറയുന്നേ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നിനക്കത് വാങ്ങി. എന്താ? പാചകം പഠിക്കണോന്ന് പറയുന്നു. കൈകൊള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം. നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ് ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ച് വലിയ? നിങ്ങൾ തമ്മിൽ പ്രേമോ? ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ആര്? ഹലോ? ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി. ചേട്ടാ ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു. അകത്തെന്താ ചെയ്യുന്നേ? വെളിയിലുള്ളത് ചിലത് അകത്ത് തോന്നി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ 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 മുരുകേശ, എന്താടാ ഒന്നും എന്താ സിനിമയാണ് ഇടാൻ പോകുന്നത്? അച്ചി നോക്കടാ. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അച്ചി പോടാ. ഏയ് ഡോക്ടറെ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ? നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ. എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. ഓ, എന്താ അറിയില്ല. ഡോക്ടർ ഇത്? എവിടെ നിന്ന് ഇവിടെ ഹാൻഡിൽ വാ. ചെയ്യണമെന്ന കാര്യം മാത്രം സാറിന് അറിയാം. എന്തുമാത്രം ബിസിനസ് നടന്നെന്നും എത്ര രൂപ ബാങ്കിലുണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. ഛി, പോടാ നായിന്റെ മോനെ. ഏയ് ഡോക്ടർ, നോക്ക്, നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം. അതിനുള്ളിൽ എന്റെ പാർട്ണർ എഴുന്നേറ്റിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ സാർ മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക് ഞെക്ക്. ആ നീ എന്റെ കൂടെ വാ. വാ വാ വാടാ. വാ കോച്ചാ, വന്നാലേ ഞെക്ക് ഞെക്ക്. കഷ്ടം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അറിയാമോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. എടി, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയ്. അതൊക്കെ പിന്നെ ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി പറയാം. എന്ത് പറയാം? അത് തന്നെ പ്രേമിക്കുന്നെന്ന് പാസ്വേഡ് പറ. എന്നാ കിസ് ചെയ്. നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവൂ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിലിരുന്നുണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില് കേട്ടോ. ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസാണെന്നാ വിചാരിച്ച്. നീ ഒരു ക്രിമിനൽ ആടി. താങ്ക്സ് ഡാ. ഇത്
ഓർമ്മ തിരിച്ചു കിട്ടി. ഓർമ്മ തിരിച്ചു കിട്ടി. ആ, എന്നാ, അമർത്ത് 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 അവനല്ലേ അമർത്ത്. പറഞ്ഞില്ല, അവൻ തന്നെയല്ലേ ഇത്? ചേട്ടാ നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞില്ല, പറ അവനല്ലേ? അയ്യോ, മാറിക്കോ മാറിക്കോ. ദേ കൈ ചൂണ്ടുന്നു. ഭഗവാനേ, ഏഴുമലവാസ വെങ്കടേശ്വര ഗോവിന്ദ ഗോവിന്ദ. അയ്യോ, ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഓ, ഭഗവാനെ കൈ കാണിച്ച് കണ്ടില്ലേ? എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാൻ നേർച്ച എവിടെ ഇനി മൊട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചോണ്ട് പോയല്ലോ. അളിയാ പറയളിയാ പറയളിയാ പറ. രണ്ടുപേരും അവിടെ നിൽക്കുവാണ്. ഓ, സമാധാനമായിരിക്കെ. സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. ഓ, വേറെ വഴിയില്ലല്ലോ. ഗോവിന്ദ 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 ഗോവിന്ദ. ഏയ്, ഗോച്ച. അയ്യോ, നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകുന്നത്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ. ഡേയ്, വാടാ വാ. ചേട്ടാ, ആ ശിവദാസന്റെ മോൻ ഇവിടെ ഉണ്ട്. അവനോ? പിടിക്കേ. നിക്കവിടെ. എവിടെ പോയി? എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട, വാ. നോക്കടാ, പുറകെ തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കിട്ടിക്കോ? അപ്പൊ നീ എസ്കേപ്പിടാ. എന്നെ പ്രേമിക്കുന്നു, കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. ശരി, വാ. കല്യാണം നടക്കരുത്, അതല്ലേ? കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങുമോ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. ഏയ്,